ഗുഡ് മോർണിംഗ്. ഡേ 2 ഇൻ വെയിൽസ്. ഇതെന്താ പരിപാടി? പോയി നോക്കാം. അറിഞ്ഞോ, ഞങ്ങളുടെ സൗത്ത് വെയിൽസ് ഹോളിഡേ ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസമാണിന്ന്. കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരു 3 ദിവസം അടിച്ചു പൊളിക്കുക, പിന്നെ സൗത്ത് വെയിൽസിലെ കുറച്ച് സ്ഥലങ്ങൾ കാണുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു ട്രിപ്പിൻ്റെ ഉദ്ദേശം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് സൗത്ത് വെയിൽസിലെ തന്നെ ഒരു ഫേമസ് ഔട്ട്ഡോർ ആക്ടിവിറ്റി സെൻ്ററായ ബ്ലാക്ക് മൗണ്ടൻ അഡ്വഞ്ചർ സെൻ്ററിലേക്കാണ്. പിന്നെ ഈ ട്രെക്കിങ്ങും ഹൈക്കിങ്ങും ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇവിടെ ബ്രേക്കൺ ബേക്കൺ എന്ന് പറഞ്ഞ ഒരു ഫേമസ് നാഷണൽ പാർക്കും ഉണ്ട്. വീടാണത് അടിപൊളി സ്ഥലത്താണ്. ആ ഒരു കോട്ടേജ് ഒക്കെ എന്തെങ്കിലും അക്കോമഡേഷൻസ് അങ്ങനത്തെ ഹോളിഡേ സ്റ്റേസ് ഒക്കെ ആയിരിക്കും. പക്ഷെ നല്ല രസമുണ്ട്. അതിന്റെ ഇടയിൽ ആനയും ആന, അതെ, UK-ല് മേഞ്ഞ ആന. ഇവിടെയൊക്കെ നിർത്താറുണ്ട് കേട്ടോ. നമുക്ക് വരുമ്പോ നിർത്താം. മോനെ വല്ല പശു പശു അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, ക്യാരറ്റ് ഒക്കെ. ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അക്കോമഡേഷൻ കിട്ടും, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മൾ താമസിച്ച സ്ഥലം നല്ല കറക്റ്റാ. നമുക്ക് ആ ഷോപ്പിങ്ങിനും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ നല്ല സൗകര്യമല്ലേ. ഇവിടെ താമസിച്ചാൽ നല്ല പീസ്ഫുൾ ആയിരിക്കും, പക്ഷെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിലൊക്കെ ഒരുപാട്. ഇതിപ്പോ ഇന്നലെ നമുക്ക് ഇപ്പൊ കറി വെക്കാൻ ഇപ്പൊ തക്കാളി ഇല്ല, ഓടിപ്പോയി ആ ലിഡിലൊന്ന് പോയി വാങ്ങിച്ചാൽ മതി. നമ്മള് കുക്ക് ചെയ്യാനായിട്ടൊക്കെ വരുമ്പോ അങ്ങനത്തെ അക്കോമഡേഷൻ ഒക്കെ എടുക്കുന്നതാ നല്ലത്, കടകളൊക്കെ അടുത്തുള്ളത്. ഒക്കെ ഉണ്ട്. ഒരു ബസ് സ്റ്റോപ്പ്. ഇത് ബസ്സൊക്കെ വരുമോ ഈ വഴി? ഒന്നും കണ്ടില്ല നമ്മൾ ഇത്രയും നേരം ഡ്രൈവ് ചെയ്തിട്ടും. എല്ലാപ്പോഴും 2-3 മണിക്കൂറൊക്കെ കൂടുമ്പോഴായിരിക്കും വരുന്ന ബസ്. ആ ലേക്ക് നമ്മൾ പിന്നെ കണ്ടില്ലേ, ആ സൈഡിൽ ഒരു ലേക്ക് കണ്ടിട്ട്. ചിലപ്പോ ആ ലേക്ക് തന്നെ ആയിരിക്കും. പിന്നെ കുറെ കറങ്ങി പോണായിരിക്കും. ഇനി 10 മിനിറ്റ്സും കൂടെ ഉള്ളൂ. 11 minutes. Nice house. A small balcony. നല്ല മലനിരകളും ചെമ്മരിയാടുകളും കാട്ടരുവിയും ഒക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് ഈ സൗത്ത് വെയിൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടെയൊക്കെ എത്ര ഡ്രൈവ് ചെയ്ത് പോയാലും നമുക്ക് മടുക്കില്ല കേട്ടോ. എല്ലാവരും ഒരുങ്ങിയൊക്കെ ഇറങ്ങി വന്നപ്പോഴേക്കും നേരെ ഉച്ചയായി. ഒരു ബ്രഞ്ചൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ യാത്രയ്ക്ക് ഇറങ്ങിയത്. വീട്ടിൽ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് കാരണം പുറത്തുനിന്ന് അധികം ഭക്ഷണമൊന്നും കഴിക്കേണ്ടി വന്നില്ല. ഇടയ്ക്ക് ഇതുപോലെ സ്നാക്സ് ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. മൾട്ടി ആക്ടിവിറ്റി സെന്റർ ബ്ലാക്ക് മൗണ്ടൻ അഡ്വഞ്ചർ അതായിരുന്നു. നമുക്ക് പോയി നോക്കാം. ആകെ നിക്കിക്ക് മാത്രമാണ് ഈ കനോയിങ് കയാക്കിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളൂ. അപ്പൊ നമുക്ക് അവരോട് എൻക്വയറി നോക്കാം, എന്താണെന്ന് അറിയില്ല. ഹലോ ഡാർലിംഗ്, ബോട്ടൊക്കെ എടുത്ത് പോയാലോ? കനോയിങ് ഞാനില്ല. എന്താ അത് എനിക്ക് പറ്റിയതല്ല. വെള്ളം എന്താ പറ്റാത്ത? നിങ്ങൾ നീന്തൂല? അല്ല, വെള്ളം നീന്തും, പക്ഷെ തണുത്ത വെള്ളത്തിൽ നീന്താൻ എനിക്ക് അത്ര അറിയില്ല, അതുകൊണ്ട് പറ്റുന്നില്ല. ഓക്കെ, നോക്കാം. പിള്ളേര് നീന്തുമായിരിക്കും. ഹോട്ട് വാട്ടർ ആയിരുന്നു വെച്ചെങ്കിൽ ഞാൻ നീന്തി. കനോയിങ്, കയാക്കിംഗ്, ആർച്ചറി പോലെയുള്ള ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെയുള്ള ഒരു ഔട്ട്ഡോർ സെൻ്ററാണ് ബ്ലാക്ക് മൗണ്ടൻ അഡ്വഞ്ചർ. സ്ഥലത്തെക്കുറിച്ച് അധികമൊന്നും അന്വേഷിക്കാതെയാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ പണി പാളിയെന്ന് അവിടെ എത്തിയപ്പോൾ മനസ്സിലായി.
ബ്ലാക്ക് മൗണ്ടൻ അഡ്വഞ്ചറിന് വന്നിട്ട് വല്ല അഡ്വഞ്ചർ ചെയ്താ? ഭയങ്കര അഡ്വഞ്ചർ ആയി പോയി. എന്താ ചെയ്യാൻ അഡ്വഞ്ചർ? പഠിച്ചു വരണം. നമുക്കൊന്നും അറിയത്തില്ല. തുഴയാനൊന്നും അറിഞ്ഞൂടാ. നീന്താൻ പഠിക്കണം. അപ്പൊ ബ്ലാക്ക് മൗണ്ടൻ അഡ്വഞ്ചർ ഓൾ ഡേ വരണം ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്ലാനിലേക്ക് പോവാം. നേരെ ഉച്ചയായതുകൊണ്ടും പിന്നെ വലിയ വാസ്റ്റ് എക്സ്പ്ലറേഷൻ ഉള്ള ഒരു ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയാണ് എല്ലാവരും ഇറങ്ങിയത്. അപ്പോഴാണ് പോകുന്ന വഴി ഒരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം കണ്ടത്. പാത്ത് റോക്കി ആൻഡ് പ്രോൺ ടു ഫ്ലഡിംഗ്. പ്രോൺ ടു ഫ്ലഡിംഗ് ആണ്. ഇപ്പൊ ഒരു മഴയൊക്കെ പെയ്യണം അല്ലെ? അത് രസമായിരിക്കും. വേഗം ഇറങ്ങിപ്പോ. ആണോ? ഞാൻ വന്ന ആ ഏകാന്തത നശിപ്പിക്കട്ടെ. വാ, ഫോട്ടോ എടുക്കട്ടെ. നിങ്ങൾ സമാധാനായിട്ടിരിക്കാം. മര്യാദക്ക് ഇത് വീഡിയോ ആയിരുന്നേ. നല്ല സ്ഥലം അല്ലേ? ഹൗസ് നല്ല സ്ഥലം. ഋഷു, ഋഷു എങ്ങനെയുണ്ട്? തണുപ്പാണോ? തണുപ്പാണോ? നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവിടെ പുറത്ത് കൊടുക്കുന്നു. അപ്പൊ ആര് ഫിലിഷല്ലേ? എനിക്ക് പറ്റിയ അതെ അതെ. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു 6 അടി പൊക്കം ഉള്ളൊരു 6 അടി പൊക്കം. ആഴം കുറവാന്ന് ഇവിടെ. ആഴൊന്നുമില്ല. ഇതിപ്പോ ഇറങ്ങണ്ട. ഇതിപ്പോ എന്റെ പാത നനയ്ക്കാനുള്ള ഉള്ളൂ. അതെ അതെ അതെ, അത് ശരിയാ. That's right. ഒരു മീൻ പോലും ഇല്ലേ? എന്താ ഭയങ്കര ഒഴുക്കുള്ളതുകൊണ്ടാണോ ഒരു മീനെ പോലും കാണാത്തത്? ഇവിടുത്തെ ഈ തണുപ്പില് ഇവിടെ ട്രോട്ട് ഉണ്ടാവുള്ളൂ. ട്രോട്ട് ഇവിടെ ഇല്ല. റോട്ടുള്ള സ്ഥലമല്ല ഇത്? ട്രോട്ടാണ് ആക്ച്വലി ഇവിടുത്തെ ഈ തണുപ്പ് വെതറില് കാണണ്ട. നോ ട്രോട്ട്. ലിഷ ചാട്. ലിഷ യശോദേ ചാടിക്കോ. യശോദേ യശോദേ. ഇറങ്ങിക്കോ. ഞാനും കാണില്ല. ലാലിന് തണുത്ത വെള്ളം പറ്റില്ല. ചൂടാക്കി കൊടുത്താ ഇറങ്ങാം. ലാൽ ഈസ് ഹോട്ട്. ചലോ ചലോ ഷാറുഖ് ഖാൻ ചലോ. ഗ്ലാമർ വെള്ളത്തിൽ കുളിച്ച് വല്ലപ്പോഴും കുളിക്കുന്നത് നല്ലതാ. പോകും. അത് ശരിയാ. വല്ലപ്പോഴും ഒന്ന് കുളിക്കുന്നത് നല്ലതാണ്. കുളിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു തണുത്ത വെള്ളത്തില്? ഋഷു എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. തണുത്ത് വിറച്ച് നിക്കുവാണ്.
പക്ഷെ ഇങ്ങനെ ഫോട്ടോ ആണോ വീഡിയോ ആണോ? വീഡിയോ അത് നമ്മൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തിരാണ് ആക്ച്വലി അല്ലേ അവിടെ നിന്ന് എടുക്കാന്ന് പറഞ്ഞിട്ട് വീഡിയോ ചിപ്സ് ഇപ്പൊ തീർന്നോ? അത് കൊള്ളാം. ഏത് ആ കൈറ്റ് ആട്ടുകാട്ടം അല്ലെങ്കിൽ പട്ടിക്കാട്ടം എന്തെങ്കിലുമൊക്കെ കാണും. നമ്മൾ നേച്ചർ എക്സ്പ്ലോർ ചെയ്യാനല്ലേ വന്നിരിക്കുന്നത്. അങ്ങ് പോയ അവരാ മലയുടെ മുകളിൽ പോയേ. അവിടെ ഉണ്ട് നിക്കി വിശാൽ. Chef, what's on the home? ഇന്നെന്താ സ്പെഷ്യൽ? ഇന്ന് ബീൻസും ക്യാരറ്റും പിന്നെ പിന്നെ ബീഫും. ബീഫ് വിണ്ടാലു. വാട്ട് ഇസ് ബീഫ് വിണ്ടാലു? അത് വിണ്ടാലു എന്ന് പറഞ്ഞാൽ നമ്മളെ വിണ്ട് വിണ്ട് ആലു കൂടി ചേർത്ത് വിണ്ടാലു. ഓക്കെ, നമ്മൾ ബീൻസ് തോരൻ തേങ്ങാ തോരനായിരിക്കുകയാണ്. പക്ഷെ ഈ ഷെഫിന്റേതായതുകൊണ്ട് എല്ലാത്തിനും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ 2 കാണികളുണ്ട്. പണിയൊക്കെ എടുത്ത് തളർന്നിരിക്കുക. കണ്ടു പഠിക്കുക. താങ്കൾ എന്താണ് നോക്കി നിൽക്കുന്നത്? എന്താ ഇവിടെ? ഞാൻ നാളെ ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ബീഫ് വിണ്ടാലു ട്രൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലേ? മിണ്ടാതെ ഇരുന്ന് വെയിറ്റ് ചെയ്ത് കാണുവാണ്. എന്തായി നമ്മുടെ ബീഫ് വിന്താലു അതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മസാലയിൽ കിടന്ന് ഉരുകുന്ന പാവം സവാളകൾ എന്താവും ഷെഫ് പറയൂ? സൂപ്പറാണല്ലേ? ബീഫ് ഇവിടെ അന്താക്ഷരി കലാകാരൻ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. കുഞ്ഞിന് തീരെ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരയില്ലേ. സിനിമാ പാട്ട് പാടാൻ കബി കബി മേരെ ദിൽ മേ ഖയാൽ ഈശ്വരോ, ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. അപ്പൊ നമ്മുടെ ബീഫ് കറി ഹാഫ് വേ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തിടണം? പൊട്ടാറ്റോ. നല്ല സൂപ്പർ ബീഫ് കറി റെഡിയായി. ബീഫ് വിത്ത് ആലു, പൊട്ടാറ്റോ ആൻഡ് ബീഫ്. അങ്ങനെ കാട്ടരുവിയിലെ കുളിയും അന്താക്ഷരിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ വെയിൽസിലെ 2ാമത്തെ ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഇനി 3ാമത്തെ ദിവസമാണ് ഞങ്ങളുടെ മച്ച് വെയിറ്റഡ് ആയിട്ടുള്ള 4 വോക്ക് വാട്ടർഫോൾസ്. മൈലുകൾ താണ്ടി എങ്ങനെയാണ് ആ വാട്ടർഫോൾസ് ഒക്കെ കാണാൻ പോയതെന്ന് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ വാച്ച് ദിസ് സ്പേസ് ഫോർ our ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ ഓഫ് our short and sweet South Wales holiday trip.